വിട്ടു പിരിയാൻ കഴിവതില്ലേ, ആ സാന്നിധ്യം അറിഞ്ഞിടുമ്പോൾ മറന്നിരിപ്പാൻ കഴിവതില്ലേ, ആ കരുതൽ നനച്ചിടുമ്പോൾ വിട്ടു പിരിയാൻ കഴിവതില്ലേ, ആ സാന്നിധ്യം അറിഞ്ഞിടുമ്പോൾ മറന്നിരിപ്പാൻ കഴിവതില്ലേ, ആ കരുതൽ നനച്ചിടുമ്പോൾ കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിച്ച് അതിൽ നിന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുവാൻ ദൈവം നമ്മളോട് സംസാരിപ്പാനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനായി ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. നെബൂഖദ്നേസറിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അവൻ ഉറക്കമില്ലാതായി. അവിടെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം എന്തെന്ന് പോലും ഓർക്കാതെ രാജാവ് വ്യാകുലപ്പെടുകയാണ്. രാജാവ് വളരെ ചിന്താകുലനായി. അവൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു. സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എന്തു ചെയ്യുമെന്ന് രാജാവ് അങ്ങനെ സമനില തെറ്റുന്ന അതായി നമുക്ക് കാണുവാൻ. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ രാജധാനിയിലെ മന്ത്രവാദികളെയും ആഭിചാരന്മാരെയും ശൂദ്രക്കാരെയും കൽദരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ അവർ പറഞ്ഞു, സ്വപ്നം എന്തെന്ന് പറഞ്ഞാൽ അർത്ഥം പറയാമെന്ന്. എന്നാൽ രാജാവിന് അവരിൽ വിശ്വാസമില്ലാതെയായി. അവരോട് പറഞ്ഞു, നിങ്ങൾ വ്യാജവും പൊളിവാക്കും പറയാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു. രാജാവ് വളരെ കോപിച്ചു. സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശൈലിക്കുകയും വീടുകളെ കുന്നുകളാക്കുകയും എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അവർ പറഞ്ഞു, രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയയില്ല. എന്നാൽ ദാനിയേൽ ഇതറിഞ്ഞ് ഇത്ര വലിയ കഠിന കൽപ്പന പുറപ്പെടാൻ സംഗതി എന്തായെന്ന് അവൻ രാജാവിൻ്റെ സേനാധിപതിയായി ആരോക്കിനോട് ചോദിച്ചു. കാര്യമെല്ലാം ദാനിയേലിനോട് പറഞ്ഞു. ദാനിയേൽ രാജാവിനോട് സമയം ചോദിക്കുന്നു. താൻ രാജാവിൻ്റെ സ്വപ്നവും അർത്ഥവും അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ദാനിയേൽ വിഷയം വെച്ച് തൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് ദൈവത്തിൻ്റെ കരുണ ലഭിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ രഹസ്യം രാത്രി ദർശനത്തിൽ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകർക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢമായതും വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോട് വസിക്കുന്നു. ദാനിയേൽ 2:20-22 വാക്യം. രാജാവിൻ്റെ സേനാധിപൻ ദാനിയേലിനെ വേഗത്തിൽ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ചോദിക്കുകയാണ്, ഞാൻ കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും നിനക്ക് പറയാൻ കഴിയുമോ? ഇത് രാജാവിനെ അറിയിപ്പാൻ മറ്റാർക്കും കഴിയില്ല. എന്നാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവികാലത്ത് സംഭവിക്കാനിരിക്കുന്നത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നു. ദാനിയേൽ പിന്നെയും തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല ഈ രഹസ്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാനിയേൽ വലിയ വിദ്വാനോ മിടുക്കനോ ജ്ഞാനിയോ ഒന്നും ആയിട്ടല്ല ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്.
എന്ന് ദാനിയേൽ തന്നെത്താൻ താഴ്ത്തി സമർപ്പിച്ച് രാജാവിനോട് സംസാരിക്കുകയാണ്. എല്ലാം ദൈവമാണ് കാരണം, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, ദൈവമാണ് ജ്ഞാനം തരുന്നത്, ദൈവമാണ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. അത് മിടുക്കന്മാർക്കും വിദ്വാൻമാർക്കും ഒന്നുമല്ല വെളിപ്പെടുത്തുന്നത്. ഒരുത്തന് ഒരു ദൈവപുരുഷന് മാത്രമേ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. അവിടെ എല്ലാ പ്രശംസയും ദൈവത്തിന് കൊടുക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണെന്ന് ദാനിയേൽ അവിടെ സ്ഥാപിക്കുന്നു. രാജ്യത്തിലെ പ്രധാനികളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് സാധാരണക്കാരനായ ഒരു ദാനിയേലിന് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവത്തെ അവിടെ കാണാൻ കഴിയും. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്നും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ കഴിവ് നോക്കിയല്ല ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ലോകത്തെക്കുറിച്ചുള്ള ഭാരവും ദൈവസന്നിധിയിൽ വളരെ ശക്തിയോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ തന്നെ തൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. എന്തിനെന്നാൽ ജനത്തിന് ദൈവഭയമുണ്ടാകണം, ദൈവത്തോട് കൂടുതൽ അടുക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. ഇന്ന് ഇത് പലരും വലിയ നേട്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തിന് മുമ്പിൽ മിടുക്കനായി കാണിക്കാൻ, അതിൽ നിന്ന് തനിക്ക് എന്ത് നന്മ ലഭിക്കുമെന്ന് പലരും ചിന്തിക്കുന്നു. എന്നാൽ ദൈവകോപം ഇങ്ങനെയുള്ളവരുടെ മേൽ ജ്വലിക്കുന്നു. എന്നാൽ രാജാവിനോട് സ്വപ്നം വ്യക്തമാക്കിയപ്പോൾ രാജാവ് ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. ദാനിയേൽ 2:47 പറയുന്നു, നീ ഈ രഹസ്യം വെളിപ്പെടുത്താൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു. സത്യം എന്ന് അവിടെ രാജാവ് കൽപ്പിക്കുന്നു. ദാനിയേലിൻ്റെ ദൈവം ആരെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ആ ദൈവത്തെ ജനത്തിന് മുമ്പിൽ വെച്ച് പുകഴ്ത്തി സ്തുതിക്കുകയാണ്. ദൈവം തരുന്ന കൃപകളും കൃപാവരങ്ങളും ഉപയോഗിച്ച് ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ജനത്തെ ദൈവത്തോട് അടുപ്പിക്കാനും നാം തയ്യാറാകണം. അപ്പോൾ ദൈവം നമ്മെ ശക്തിയായി ഉപയോഗിക്കും എന്ന് ഇതിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ദാനിയേൽ 2:30 വായിക്കുമ്പോൾ ദാനിയേൽ രാജാവിനോട് സ്വപ്നവ്യാഖ്യാനം നടത്താൻ തുടങ്ങുമ്പോൾ ഉള്ള കാര്യം ദാനിയേൽ രാജാവിനോട് പറയുകയാണ്. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊന്നിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഇത് എന്തെന്ന് രാജാവ് അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാത്രം ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അതറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും അത്ര ഈ രഹസ്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത്. സ്വപ്നത്തിൻ്റെ വിശദീകരണം ദാനിയേൽ രാജാവിനോട് പറയുവാൻ ആരംഭിക്കുകയാണ്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയേറിയതുമായ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പും കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർപോലെ ആയി തീർന്നു. കാറ്റവയെ പറപ്പിച്ച് കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായിരുന്നു. ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞു നിന്നു. ഇതത്രേ സ്വപ്നം. അതിൻ്റെ അർത്ഥവും രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. ബിംബത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ കാണിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല നെബൂഖദ്നേസർ രാജാവാകുന്നു. ദൈവം തിരുമനസ്സിന് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. എല്ലാത്തിൻ്റെയും അധിപതിയാക്കിയിരിക്കുന്നു. അതിനുശേഷം തിരുമേനേക്കാൾ താണതായ ഒരു രാജ്യത്വവും താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. നാലാമത്തേത് ഇരുമ്പ് പോലെ ശക്തിയുള്ളതും ഇരുമ്പ് സകലത്തെയും അടിച്ച് തകർക്കുന്ന പോലെയും ഒരു രാജ്യത്വമായിരിക്കും. അത് എല്ലാത്തിൻ്റെയും തകർത്ത് കീഴടക്കുന്ന രാജ്യത്വം. എന്നാൽ അവസാനമായി ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന രാജ്യത്വം ഒട്ടും ബലമില്ലാത്തതും ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടത് അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെയാണ്. അവർ തമ്മിൽ ചേരുകയില്ല. ഇത് അവസാനം സംഭവിക്കുന്ന ഭരണകാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഈ സ്വപ്നം ലോകത്തിൽ വരുവാനുള്ള മാറി മാറി വരുന്ന ഭരണകാലഘട്ടങ്ങൾ
ആണ്. ഭരണത്തിൻ്റെ ശക്തിയും ആധിപത്യങ്ങളും ഭരണ വീഴ്ചകളും ലോകം മുഴുവൻ കീഴടക്കുന്ന ഭരണകൂടങ്ങളെയും ബലമുള്ളതും ബലമേറിയതും ബലം കുറഞ്ഞതുമായ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഭരണകൂടങ്ങളെ കാണിക്കുന്നു. ഈ സ്വപ്നം രാജാവ് അറിയുവാൻ വേണ്ടി മാത്രമല്ല, ലോകം അറിയുവാനും കൂടെയാണത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനും ഒക്കെയാണ് ഈ സ്വപ്നം രാജാവിനെ കാണിച്ചതും ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഈ ഭരണകൂടങ്ങളൊക്കെ മാറി മാറി പറഞ്ഞു കാലാകാലങ്ങളിൽ വന്നു കഴിഞ്ഞു. എന്നാൽ അവസാനം പറഞ്ഞത് ഇരുമ്പും കളിമണ്ണും ചേരാത്ത തമ്മിൽ ചേരുകയില്ല, യോജിപ്പില്ല. അത് ഈ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം ഈ യുഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഒരു ദൈവിക നിശ്ചയപ്രകാരം യേശു കർത്താവ് ലോകത്തിൽ വന്ന് രാജാതിരാജാവായി ഭരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അത് നാം ഓരോരുത്തരും നല്ലവണ്ണം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭരണമാറ്റങ്ങളും ലോകത്തിൻ്റെ സ്ഥിതിഗതികളും യുദ്ധങ്ങളും യുദ്ധഭീഷണികളും തമ്മിൽ യോജിപ്പില്ലാത്ത രാജ്യങ്ങളും ജാതികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഭരണകൂടങ്ങൾ തമ്മിൽ ചേരാത്ത ഭരണകൂടങ്ങൾ, ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എതിരായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണകൂടത്തിൽ ഇരുന്നവർ തന്നെ തമ്മിൽ യോജിപ്പില്ല. എങ്ങനെയെങ്കിലും ഭരണകൂടത്തെ താഴെയിറക്കാൻ എതിർകക്ഷികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഉറപ്പില്ലാത്ത ഭരണകൂടങ്ങൾ കാലാവധി തികയുന്നതിന് മുമ്പേ ഭരണം താഴെ വെച്ച് ഇറങ്ങിപ്പോകുന്നു. പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും വലിച്ച് താഴെ ഇറക്കുന്നു. പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഭയന്ന് ഓടിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകെ നമ്മൾ കണ്ടു. എതിർ പാർട്ടികൾ ഭരണം ഏറ്റെടുക്കുന്നു. ഭരണകൂടങ്ങൾക്കും എതിർ പാർട്ടികൾക്കും എതിരെ കോർട്ട് കേസുകളെ ജയിലടയ്ക്കുക, ആകപ്പാടെ വളരെ അരാജകത്വം ലോകരാഷ്ട്രങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ, യുദ്ധഭീഷണികൾ, അണു ആയുധങ്ങൾ കാണിച്ച് ഭയപ്പെടുത്തൽ, ലോകം മുഴുവൻ തകർക്കാൻ തന്നെ അണു ആയുധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാക്കി സംഭരിച്ച് വച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യാതൊരു യോജിപ്പില്ല. പല രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഭരണം കയ്യേറുന്നു. ഒറ്റയ്ക്ക് ഭരണമേൽക്കാൻ കഴിയാത്ത അവസ്ഥ. പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒക്കെ തമ്മിൽ വാക്കുപോലും പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക ഒന്നും ശരിയായി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ ലോക ഭരണകൂടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് കാണിക്കുന്നത് ഒരു സ്ഥിരമായ സമാധാനപരമായ ഭരണം യേശുക്രിസ്തു ലോകത്തിൽ വന്ന് രാജാവായി വാഴുവാൻ പോവുകയാണെന്നതാണ്. ഭരണകൂടങ്ങളിൽ മാത്രമല്ല, മനുഷ്യരുടെ ഇടയിലും യോജിപ്പില്ല, തമ്മിൽ ചേരാതെ പോയിക്കൊണ്ടിരിക്കുന്നു. മതപരമായ പ്രസ്ഥാനങ്ങളിലും യോജിപ്പില്ല. എന്തു പറയുന്നു, ക്രിസ്ത്യാനികളും തമ്മിൽ യോജിപ്പില്ല. പള്ളികൾക്ക് വേണ്ടി വഴക്ക്, കുർബാനയ്ക്ക് വേണ്ടി വഴക്ക്, മത നേതാക്കൾ കസേരയ്ക്ക് വേണ്ടി അടി. പെന്തിക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും തമ്മിലടിയും വഴക്കും തമ്മിൽ ചേരാതെ സമാധാനമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞു. സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിൽ ചേരുന്നില്ല. വിശ്വാസികൾ തമ്മിൽ ചേരാതെ ഇറച്ചിയും അസൂയയും വഴക്കുകളും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടി വരികയാണ്. ഇന്ന് നോക്കിയാൽ ഓരോ കുടുംബത്തിൽ പോലും യോജിപ്പില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ യോജിപ്പില്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഒന്നിച്ച് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. കുടുംബ പ്രാർത്ഥനയില്ല. ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്ന് കർത്താവ് പറഞ്ഞു. അത് പ്രധാനമായും ഭാര്യ ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചാണ് ദൈവം പറഞ്ഞത്. യോജിപ്പില്ലാതെ, ഐക്യതയില്ലാതെ, തമ്മിൽ സ്നേഹമില്ലാതെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ദൈവം മറുപടി തരികയില്ല. അപ്പനും മക്കളും തമ്മിൽ യോജിപ്പില്ല. സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പില്ല. തമ്മിൽ യോജിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കുടുംബബന്ധങ്ങൾ ലോകത്തിൽ ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഡൈവോഴ്സൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. യൗവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവർ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവരും സ്വന്തം സുഖം മാത്രം നോക്കി ഞാൻ എന്ന ഭാവത്തോടെ മുന്നോട്ട് പോകുന്നു. ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെ എല്ലാ തലങ്ങളിലും ഇന്ന് ഐക്യതയില്ലാതെ തമ്മിൽ യോജിപ്പില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇത് വിളിച്ചറിയിക്കുന്നത് നമ്മുടെ യേശു കർത്താവ് വരാൻ സമയമായി. എല്ലാ ദുഷ്ടതകളും തകർത്ത് മാറ്റി ലോകത്തിൽ സമാധാനം സ്ഥാപിപ്പാൻ, ലോകത്തെ നേരോടെ നീതിയോടെ ഭരിക്കാൻ രാജാവായി എത്താൻ സമയമായി. ക്ഷമയോടെ പ്രാർത്ഥനയോടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. സ്വർഗസ്ഥനായ പിതാവാൻ ദൈവം ഒരു നാളും നശിച്ചു പോകാതൊരു രാജ്യത്വം സ്ഥാപിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
പല ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഈ രാജ്യത്വം വേറെ ഒരു ജാതിയെയും ഏൽപ്പിക്കപ്പെടുകയില്ല. മറ്റ് രാജ്യങ്ങളെ ഒക്കെയും മറ്റ് രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും ഇവ എന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്യും എന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് രാജാവായ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥന നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.